ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥി ആതിര ഡി നായരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചൊവ്വാഴ്ച ഏറ്റുമാനൂരിൽ നടക്കും. ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന കൺവെൻഷൻ 2020 നേതാവ് സാബു M ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന് മുന്നോടിയായി ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. NDA യുവജനങ്ങൾക്ക് നൽകുന്ന പ്രാതിനിധ്യത്തിന്റെ ഭാഗമായാണ് ആതിര ടി നായരെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി MK ശശികുമാർ, 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് ബോബൻ ജോർജ് തോട്ടത്തിൽ, 2020 സംസ്ഥാന സമിതി അംഗം ജോർജ് ജോസഫ് പകലോമറ്റം, മണ്ഡലം പ്രസിഡന്റ് സനീഷ് ഗോപി, മീഡിയ കൺവീനർ രാജു എബ്രഹാം എന്നിവർ ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആതിര ഡി നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നാളെ വൈകുന്നേരം 6 മണിക്ക് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 2020 ചെയർമാൻ ശ്രീ സാബു M ജേക്കബ് ഉദ്ഘാടനം ചെയ്യുന്നതും NDAയുടെ വിവിധ കക്ഷി നേതാക്കൾ ആ യോഗത്തിൽ സംബന്ധിക്കുന്നതുമാണ്. ഏറ്റുമാനൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് NDA നേതൃത്വം കൊടുക്കുന്നത്. അതിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവതരിപ്പിക്കുന്നതും ഒരു വലിയ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഒന്ന്, ശബരിമല വിഷയത്തിൽ ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾക്കെതിരെ, ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വാസവനെതിരെ ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ സാഹചര്യമുണ്ടായത്. കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാം എന്നുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതല്ല, വിശ്വാസികൾക്കൊപ്പമാണ്, വികസനത്തിനൊപ്പമാണ് ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ളത് ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.